നമസ്കാരം. നവരാത്രിയുടെ 4-ാം ദിവസമായി എന്ന് നമ്മൾ കൂഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കുന്നത്. കൂഷ്മാണ്ഡ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, നമ്മുടെ പ്രപഞ്ചത്തെ ഗർഭം ധരിച്ചുള്ളതായിട്ടുള്ള രൂപമാണ് അത്. ഈ പ്രപഞ്ചം നമ്മുടെ അനാഹത ചക്രത്തിൽ ഗർഭസ്ഥമായി ജ്ഞാനസ്വരൂപത്തിൽ കുടിയിരിക്കുന്നുണ്ട്. ആ ജ്ഞാനത്തിന് തൊട്ട് മുന്നേയുള്ള ജ്ഞാനത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന സാധകൻ്റെ അവസ്ഥയെയാണ്, അല്ലെങ്കിൽ അന്തര്യാമിയായിട്ടുള്ള അന്തസത്തയെ അറിയാനുള്ള ആ ജ്ഞാനത്തെ പ്രസവിക്കുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയെയാണ്, ഉദയത്തിന് മുന്നേ ഉള്ള അവസ്ഥയാണ് കൂഷ്മാണ്ഡ ദേവി നമുക്ക് കാട്ടിത്തരുന്നത്. അതായത് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനസ്വരൂപത്തെ അമ്മ ഗർഭം ധരിച്ചിരിക്കുന്ന ഇതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാധകനും അവൻ്റെ ഉള്ളിൽ ജ്ഞാനമായിട്ട് കുടികൊള്ളുന്ന ആ ജ്ഞാനത്തെ ഗർഭം ധരിച്ചിരിക്കുന്നവളായിട്ട് ആ കൂഷ്മാണ്ഡ ദേവി എല്ലാവരിലും ഉണ്ട്. അപ്പോൾ അനാഹത ചക്രത്തിൽ സ്വാത്മസ്വരൂപമായിട്ട് കുടികൊള്ളുന്ന ആ ദേവിയെ നമുക്ക് ആരാധിക്കാം.